ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു അൽഫം ഈ അടുത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഗൈസ്. അല്ല ഗൈസ്, അങ്ങനെ പതുപോലെ വൈകിട്ട് എന്തേലും തട്ടാന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഒരു ഹോട്ടലിലേക്ക് കയറി. ആദ്യം ഓർഡർ ചെയ്ത് നമ്മൾ ചിക്കൻ നൂഡിൽസ് ആയിരുന്നു. കാരണം കുറച്ച് നാളായി ഇതൊക്കെ കഴിച്ചിട്ട്. ആ ചിക്കൻ നൂഡിൽസും കുറച്ച് സോസ് ഇട്ട് വെച്ച് ആദ്യത്തെ ട്രിപ്പ് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എന്തേലും ഒന്ന് വേണമല്ലോ നാവിനെ ഒന്ന് ഉണക്കാന്ന് വിചാരിച്ചപ്പോഴാണ് കാന്താരി അൽഫാം കാണുന്നത്. അതൊരെടുത്തുചാട്ടമായെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇറ്റ് വാസ് വെരി വെർത്ത് ഇറ്റ്, അങ്ങനെ തന്നെ വേണം പറയാൻ. അങ്ങനെ ആദ്യത്തെ ബൈറ്റ് എടുത്തതും എനിക്ക് അങ്ങടെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ടേസ്റ്റ് കാരണം പിന്നെയും കഴിച്ചപ്പോഴാണ് ഗൈസ് എനിക്ക് ആഘാതം മനസ്സിലായത്. പക്ഷേ അത് ഭയങ്കര ഇറസിസ്റ്റബിൾ ആയിരുന്നു. കാരണം അത്രയ്ക്ക് അടിപൊളി അൽഫാമായിരുന്നു. അതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി വെച്ചെങ്കിലും ഞാനത് വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. ആ മയണൈസ് ഉണ്ടല്ലോ, അടിപൊളി മയണൈസ് ആയിരുന്നു, എന്തോ നല്ലതായിരുന്നു. എന്നിട്ട് ഞാനത് പിന്നെയും കഴിച്ചു. നല്ല മസാല ഉള്ളൊരു കാന്താരി അൽഫാമായിരുന്നു. 180 രൂപയ്ക്കാണ്. അപ്പോൾ ഇത് സ്ഥലം ഇവിടെ നിന്നല്ല, ശാന്തി ഹോട്ടൽ നമ്മുടെ പത്തനംതിട്ടയുള്ള. അപ്പം ബൈ ദ ബൈ.